നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. എഡ്രിയാൻ ലൂണ, ഡനിഷ് ഫറൂഖി തുടങ്ങിയ മികച്ച താരങ്ങളുടെ അഭാവത്തിൽ കളത്തിലിറങ്ങേണ്ടി വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിൽ അണിനിരത്തിയത് മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസർ, വിപിൻ മോഹൻ, രാഹുൽ കെ.പി എന്നീ യുവ മലയാളി നിരയെ തന്നെയായിരുന്നു. ഇതോടെ പ്രതിരോധത്തിൽ ലെസ്കോവിച്ച്, ഡ്രിങ്കിച്ച് വിദേശ സഖ്യം അണിനിരന്നുവെങ്കിൽ ദിമി പെപ്ര സഖ്യത്തെ മുൻനിരയിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു. വിപിൻ മോഹനും മുഹമ്മദ് ഐമനും അസറും ഒക്കെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തെങ്കിൽ പ്രതിരോധവും മികവ് കാട്ടി. പെപ്രയ്ക്ക് അവസരത്തിനൊത്ത് ഉയരാനാവാത്ത മറ്റൊരു മത്സരം കൂടി കാണേണ്ടി വന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ മജീഷ്യൻ എഡ്രിയാൻ ലൂണയുടെ അഭാവം നന്നായി കാണാനായ മത്സരത്തിൽ യുവതാരങ്ങൾ അവസരം മുതലാക്കുന്നതും കാണാനായി. എന്നാൽ താരതമ്യേന ദുർബലരും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തുടക്കക്കാരുമായ പഞ്ചാബ് FC ആയിരുന്നു എതിരാളികൾ എന്നിരിക്കെ ഇനി നേരിടേണ്ടത് മുംബൈ സിറ്റി FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നീ കരുത്തരെയാണെങ്കിൽ ഈ പ്രകടനം മതിയാവില്ലെന്നത് ഉറപ്പ്. എഡ്രിയാൻ ലൂണയുടെ പരിക്കിനെക്കുറിച്ച് സഹപരിശീലകനോട് തന്നെ മത്സരശേഷം ചോദിച്ചപ്പോൾ ക്ലബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനായി കാത്തിരിക്കുകയാണ് എന്നായിരുന്നു മറുപടി. പരിക്കിൻ്റെ ആഴമെത്രയെന്നും സീസണിലെ ഏതെങ്കിലും ഭാഗത്ത് എഡ്രിയാൻ ലൂണയ്ക്ക് തിരികെ എത്താനാവുമോ എന്നതൊക്കെ അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.